ഭൂവിനിയോഗ ചട്ടത്തിലൂടെ സർക്കാർ ഇടുക്കിയിലെ ജനങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ കട്ടപ്പനയിൽ നടത്തിയ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂവിനിയോഗ ചട്ടത്തിലൂടെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഓണസമ്മാനം നൽകിയെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഹൈറേഞ്ച് ജനതയെ ഭരണകൂടം ചവിട്ടിത്താഴ്ത്തുകയാണ് ചെയ്തതെന്ന് സണ്ണി പൈമ്പള്ളിയിൽ പറഞ്ഞു. ഒരു പ്രത്യേക വിഭാഗം, കൂടുതൽ എതിർപ്പുണ്ടാവുന്ന വിഭാഗത്തെ എല്ലാം ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ നിർത്തിക്കൊണ്ടാണ് സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു വലിയ പിഴ ചുമത്തൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിനെതിരെ എന്തു വില കൊടുത്തു ഏകോപന സമിതി നിയമപരമായി നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, കോടതി വഴി നിയമപരമായി നേരിടും. രണ്ട്, പ്രതിഷേധ സമരങ്ങളിലൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിച്ച് ഇപ്പോ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. 16-ാം തീയതി സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുമായി ഇപ്പൊ 8 പേരാണ് സബ്ജക്ട് കമ്മിറ്റിയിലുള്ളത്. ഒരാൾ മരിച്ചുപോയി. ഈ 8 പേരുമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ അവരുടെ സ്വത്തുവകകൾ കവർന്നെടുക്കുന്നതിനുള്ള കുടില തന്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ഭൂവിനിയോഗ ചട്ടങ്ങളിലൂടെ നടപ്പിലാക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദും പറഞ്ഞു. ഇതൊക്കെ ന്യായം, നിങ്ങളെ രക്ഷിക്കുകയാണെന്നാ സർക്കാർ പറയണേ. ഈ 65 വർഷമുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തന്നു, ഓണസമ്മാനം തന്നു എന്നാ സർക്കാർ പറയുന്നേ. ഇതിൽ എത്ര തരം അനീതി ഉണ്ട്, അതൊക്കെ പറയാൻ പിന്നാലെയുള്ളവർ പറയുന്നുള്ളൂ. ഞാൻ മുഴുവൻ പറയുന്നു. ഒരനീതി പറയാം. നോക്കി, ഇങ്ങനെ തീരുമാനിക്കാൻ സർക്കാരിന് എന്ത് അധികാരം? നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മൌലിക അവകാശങ്ങളില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 15 സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹ സമരം നടത്തും. സമരത്തിന് മുന്നോടിയായാണ് കട്ടപ്പന ഹിൽ ടൌൺ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, ഡയസ് ജോസ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ജോമോൻ K ചാക്കോ, വിവിധ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.